പുലിപ്പല്ല് കേസിൽ പുലിവാല് പിടിച്ചിരിക്കുകയാണ് റാപ്പർ വേടൻ. വേടന്റെ കഴുത്തിലണിഞ്ഞ മാലയിലെ പുലിപ്പല്ല് യഥാർത്ഥമാണെന്ന് സ്ഥിരീകരിച്ചതോടെ കേസിൽ ഇനി നിയമക്കുരുക്ക് മുറുകും. കൊൽക്കത്തയിലെ സുവോളജി ലാബിൽ നടത്തിയ പരിശോധനയിലാണ് പിടിച്ചെടുത്തത് പുലിപ്പല്ലാണെന്ന് സ്ഥിരീകരിച്ചത്. 3 വർഷം വരെയും തടവ് ശിക്ഷ ലഭിക്കാവുന്ന കേസിൽ വേടനെതിരെ ഉടൻ കുറ്റപത്രം സമർപ്പിക്കും. 2022 ചെന്നൈയിൽ നടന്ന റാപ്പ് ഷോയ്ക്കിടെ രഞ്ജിത്ത് കുമ്പിടി എന്ന ശ്രീലങ്കൻ വംശജനാണ് തനിക്ക് മാല സമ്മാനിച്ചതെന്നാണ് വേടന്റെ മൊഴി. എന്നാൽ ഇയാളെ പിടികൂടാൻ വനംവകുപ്പിന് ഇതുവരെയും സാധിച്ചിട്ടില്ല. ദിവസം മുൻപാണ് കൊൽക്കത്തയിലെ സുവോളജി ലാബിൽ നടന്ന പരിശോധനയുടെ ഫലം പുറത്തു വന്നത്. വേടൻ കഴുത്തിലണിഞ്ഞ മാലയിലുള്ളത് യഥാർത്ഥ പുലിപ്പല്ല് തന്നെ. വനം വകുപ്പിന്റെ പ്രാഥമിക പരിശോധനയിൽ തന്നെ ഇത് വ്യക്തമായിരുന്നു. ശാസ്ത്രീയമായ ഉറപ്പിനാണ് ലാബിലേക്ക് അയച്ചത്. വന്യജീവി നിയമപ്രകാരം പുലിപ്പല്ല് കൈവശം വയ്ക്കുന്നത് 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. കഴിഞ്ഞ വർഷം ഏപ്രിലാണ് വേടനടക്കം 6 പേർ കഞ്ചാവുമായി പോലീസിന്റെ പിടിയിലായത്. വേടന്റെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ നടന്ന ലഹരി പരിശോധനയ്ക്കിടെയാണ് പുലിപ്പല്ല് മാലയും കണ്ടെത്തിയത്. പോലീസ് ഇക്കാര്യം വനം വകുപ്പിനെ അറിയിച്ചു. കോടനാട് നിന്നുള്ള വനം വകുപ്പ് സംഘം വീട്ടിലെത്തി മാല പിടിച്ചെടുത്തു. വേടനെതിരെ കേസും ചുമത്തി. 2022 ചെന്നൈയിൽ നടന്ന റാപ്പ് ഷോയ്ക്കിടെ രഞ്ജിത്ത് കുമ്പിടി എന്ന ശ്രീലങ്കൻ വംശജനാണ് തനിക്ക് മാല സമ്മാനിച്ചതെന്നായിരുന്നു വേടന്റെ മൊഴി. രഞ്ജിത്തുമായി സമൂഹമാധ്യമം വഴിയാണ് വേടൻ പരിചയപ്പെട്ടത്. കർശന വ്യവസ്ഥകളോടെ പിന്നീട് വേടൻ ജാമ്യത്തിൽ പുറത്തിറങ്ങി. 1 വർഷത്തിനിപ്പുറം പുറത്തുവന്ന ശാസ്ത്രീയ പരിശോധനയിൽ പുലിപ്പല്ലെന്ന് സ്ഥിരീകരിച്ചെങ്കിലും ഇത് കൈമാറിയ രഞ്ജിത്ത് കുമ്പിടിയെ പിടികൂടാൻ വനം വകുപ്പിന് ഇതുവരെയും സാധിച്ചിട്ടില്ല. ഇയാൾ UK-യിലേക്കോ ഫ്രാൻസിലേക്കോ കുടിയേറിയെന്നാണ് വിവരം. ലാബിലെ പരിശോധനാ ഫലം ലഭിക്കാനായി പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ച വനം വകുപ്പ് ഇതുവരെ കണ്ടെത്തിയ വിവരങ്ങളും തെളിവുകളും മുൻനിർത്തി വേടനെതിരെ കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കത്തിലാണ്. ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.